ഒറ്റ യൂസിൽ റിസൾട്ട് നൽകുന്ന അല്ലെങ്കിൽ ഒരു അനായാസമായി ധനം ലഭിക്കുന്ന ഒരു ടെക്നിക്കാണ് നിങ്ങൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ യൂട്യൂബ് വ്യൂവേഴ്സ്. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നമുക്കിന്നും ആരംഭിക്കാം. ഓരോ ദിവസവും നമുക്ക് നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല ചിന്തകളുമാണ് ഉണ്ടാവുന്നത് എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. ക്യാപ്സൂൾ കഴിക്കാൻ ആവില്ല, പറയട്ടെ, വെയിറ്റ് ചെയ്യൂ. തന്നിട്ടില്ല നിങ്ങളെ കയ്യിൽ, പിന്നെ മുമ്പേ കഴിക്കുന്നത് എന്തിനാ? നിങ്ങൾ വാങ്ങിച്ചു വെച്ച വേണ്ട, ഞാൻ തന്നത് കഴിച്ചോ. വെയിറ്റ്. അപ്പോ ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നതും അതുപോലെ തന്നെ അതേ ചിന്തയിലൂടെ പോയി കിടന്നുറങ്ങുന്നത്. അങ്ങനെ തന്നെ നമുക്ക് ദിവസങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ്. ഒറ്റ യൂസിൽ റിസൾട്ട് അനായാസേന ധന നേട്ടം. അല്ലെ? നിങ്ങൾക്ക് ധനം കിട്ടിയാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? അതും കൂടി അറിഞ്ഞിട്ട് ബാക്കി പറയാം. നിങ്ങൾക്ക് ധനം കിട്ടിയാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും പറയും. ഒറ്റ യൂസിൽ റിസൾട്ട് നൽകുന്ന അല്ലെങ്കിൽ ഒരു അനായാസമായി ധനം ലഭിക്കുന്ന ഒരു ടെക്നിക്കാണ് നിങ്ങൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് റെഡിയാണെങ്കിൽ ഇത് കേൾക്കാനും പ്രാക്ടീസ് ചെയ്യാനും മണി നേടാനും അതിലൂടെ ദിനേശ് സാറിന് കൂടി കുറച്ചും കൂടി ക്ലാസ് പഠിക്കാൻ തയ്യാറായവർ ഒന്ന് ആദ്യത്തെ ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കുക. ഓക്കെ, റെഡിയാണല്ലോ എല്ലാവരും? ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചോളാം. ടാബ്ലറ്റ്സ് പുതിയതായി വരുന്നവർക്ക് ടാബ്ലറ്റ്സിന്റെ പേരാണ്, ടൈപ്പ് ചെയ്ത് കാണിച്ചോന്നാല്, ഐ ആം റെഡി ആൻഡ് ഹാപ്പി. ഐ ആം റെഡി ആൻഡ് ഹാപ്പി. ഇത് യൂട്യൂബിൽ കണ്ട എല്ലാവരും രാവിലെ ടൈപ്പ് കാണാം. അതുപോലെ നിങ്ങൾ ചെയ്തത്രയും റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ഇത് ശരിക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഐ ആം റെഡി ആൻഡ് ഹാപ്പി എന്ന് പറയുന്നു. ഞാൻ സന്തോഷത്തോടു കൂടി തയ്യാറായിരിക്കുന്നു എന്നാണ്. എന്തും സ്വീകരിക്കാൻ ഞാൻ സന്തോഷത്തോട് തയ്യാറാവുന്നു. ഈ തയ്യാറാവൽ എപ്പോഴാണോ നമ്മൾ നടത്തുന്നത് അപ്പോൾ മാത്രമേ നമ്മുടെ ബ്രെയിൻ പ്രോഗ്രാമിന് വേണ്ടി തയ്യാറാവുകയുള്ളൂ, പ്രോഗ്രാം ചെയ്യപ്പെടുള്ളൂ. ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും പവർഫുൾ ആയിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി വരുന്ന മാസങ്ങളിൽ ആവശ്യമുള്ള ഒരു സാധനമായത്. ഇപ്പോഴല്ല, ഒരു മാർച്ച് ആകുമ്പോൾ നിങ്ങൾ എല്ലാവരും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചുകൊണ്ടുള്ള പണിയായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതെല്ലാ ദിവസവും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം അതില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. റെഡി ആണല്ലോ എല്ലാവരും? ഒന്നുകൂടി ടൈപ്പ് ചെയ്തേ. റെഡി ആണെങ്കിൽ അവരവരുടെ പേര് റെഡിയാണ്. ഫിലോമിന റെഡി, ശോഭന റെഡി, സത്യഭാമ റെഡി. എല്ലാവരും നിങ്ങളുടെ പേര് പറഞ്ഞ് റെഡി ആയിക്കോ. ചെയ്യാൻ പോകുന്ന കാര്യം ഒറ്റ യൂസിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് ദിവസവും നിങ്ങൾക്ക് ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ, അതാണ് ഒറ്റ യൂസ് എന്ന് പറയുന്നത്, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും വീട്ടിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ തന്നെ നമുക്കത് ചെയ്ത് തുടങ്ങാം. ഇന്ന് ചെയ്തു തുടങ്ങാം. നാളേക്ക് റിസൾട്ടിലാണ്. നിങ്ങൾക്ക് എല്ലാവരും വീട്ടിലാണുള്ളതെങ്കിൽ നിങ്ങൾ ഉടനടി പോയി എടുക്കേണ്ട ഒരു സാധനമാണ് ഒരു ഹാൻഡ് കർച്ചീഫ്. നിങ്ങളെ വീട്ടിൽ ഒരു ഹാൻഡ് കർച്ചീഫ്, നിങ്ങൾ നിത്യം ഉപയോഗിക്കുന്ന ഹാൻഡ് കർച്ചീഫ് പെട്ടെന്ന് പോയി എടുത്തിട്ട് വരും. ചാടി കൂടി വന്നു. നല്ലതായിരിക്കണേ, വൃത്തിയുള്ളതായിരിക്കണേ. 15 ദിവസമായിട്ട് കഴുകാത്തൊന്നും എടുത്തിട്ട് വന്നേക്കരുത്, എനിക്കവിടെ സ്മെല്ല് വരും. അതുകൊണ്ട് ഹാൻഡ് കർച്ചീഫ് ഉള്ളവരെല്ലാം പോയി എടുത്തിട്ട് വന്നോളൂ. റൈറ്റ്. ഇനി നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടല്ലോ, മുമ്പിൽ എല്ലാവരുടെ കയ്യിലും സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പുസ്തകം ഉണ്ടല്ലോ. ഈ വാക്കൊന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പണം ആവശ്യമാണല്ലേ? പണവും സന്തോഷവും സൗഭാഗ്യവും ഒക്കെ അല്ലേ വേണ്ടത്? എന്തൊക്കെ വേണം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തേ. എല്ലാവർക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്തേ. ധനം വേണം, പിന്നെ സന്തോഷം വേണം, സമാധാനം വേണം, സംതൃപ്തി വേണം, സമൃദ്ധി വേണം. എന്തൊക്കെ സാധനങ്ങൾ വേണം? യെസ്, അതൊക്കെ വേണ്ടതൊക്കെ ചോദിച്ചോളൂ. വേണ്ടതൊക്കെ ഇപ്പൊ ചോദിച്ചോളൂ. ആലംബന പറഞ്ഞോളൂ, ചോദിച്ചോളൂ. വേണ്ടതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്തു. സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ പറയാൻ പോകുന്ന ഈ വാക്ക് കൃത്യമായി എഴുതി വെക്കുക. വളരെ ലളിതമായ സംഭവമാണ്. വാട്സായിട്ട് നിങ്ങൾക്ക് പവർഫുൾ ആയി വരുന്ന സാധനം നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെക്കുക. ഇത്രയും സാധനം ഞാൻ എഴുതിക്കോളൂ. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പവർഫുൾ, സിമ്പിൾ ആൻഡ് പവർഫുൾ ആയ ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും
ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും സമ്പത്തും ആവശ്യാനുസരണം ആകർഷിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും സമ്പത്തും ആവശ്യാനുസരണം ആകർഷിക്കുന്നു. ഞാൻ ഊർജസ്വലനാണ്. ഞാൻ പണം ആകർഷിക്കുന്ന മാഗ്നറ്റാണ്. ഞാൻ ഊർജസ്വലനാണ്. ഞാൻ പണം ആകർഷിക്കുന്ന മാഗ്നറ്റാണ്. ഒന്ന് കത്തിട്ടുണ്ട്. ഇത് വേറെ ഇല്ലല്ലോ. ഇത് ഒന്നിട്ടോ. ഇത് നിങ്ങൾ ചെയ്യേണ്ട സംഭവം, ഇത് എഴുതിയല്ലോ, ഇത് എഴുതി നിങ്ങൾ ബൈ ഹാർട്ട് ആക്കുക. നിങ്ങൾ കൃത്യമായി ഇത് പറയാൻ നിങ്ങൾക്ക് പറ്റണം. കൃത്യമായി ഇതുപോലെ ഇത് പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. എത്ര തവണ വായിച്ചാൽ ഇത് നിങ്ങൾക്ക് നോക്കാതെ ഇരുന്ന് പറയാൻ പറ്റണം. എപ്പോഴും നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമാണ്. ഇതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. നോക്കി വായിക്കാൻ പറ്റില്ല. മനസ്സിൽ നിന്ന് വരണം. നിങ്ങൾ കണ്ണടച്ച് നിന്നാൽ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റണം. ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും സമ്പത്തും ആവശ്യാനുസരണം ആകർഷിക്കുന്നു. ഞാൻ ഊർജസ്വലനാണ്. ഞാൻ പണം ആകർഷിക്കുന്ന മാഗ്നറ്റ് ആണ് എന്ന് കൃത്യമായി പറയാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കർച്ചീഫ് എടുക്കുക, ഹാൻഡ് കർച്ചീഫ് എടുക്കുക. എന്നിട്ട് അതിന്റെ 2 ഓപ്പോസിറ്റ് സൈഡുകൾ കൈ പിടിക്കുക. അതായത് നേരെയല്ല, ഇങ്ങനെയല്ല, അതായത് ഓപ്പോസിറ്റ് ആയ അപ്പൊ ഇങ്ങനെ ഫോൾഡ് ആവും സാധനം അല്ലെ? യെസ്, കറക്റ്റ്. ഇങ്ങനെ വെക്കുക. ഇത് കയ്യിൽ പിടിച്ചതിന് ശേഷം വലിച്ചു പിടിച്ചിട്ട് ഈ സംഭവം കൃത്യമായി 3 തവണ ഇതിലൂടെ പറയുക. ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും ഭാഗ്യവും എന്താണോ നിങ്ങൾ പറയാൻ വന്നത് ആ കാര്യങ്ങൾ അതേപോലെ ഇതിനോട് 3 തവണ പറയുക. ഇത് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം പറയണം. പറഞ്ഞതിന് ശേഷം അതുപോലെ നോർമലി നിങ്ങൾ ഫോൾഡ് ചെയ്തെടുക്കുക. പറഞ്ഞതിന് ശേഷം ഇത് നോർമലി ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്ത് കയ്യിൽ എങ്ങനെയാണോ നിങ്ങൾ പോക്കറ്റിൽ പിടിക്കുന്നത് അതുപോലെ കയ്യിൽ പിടിക്കാൻ എങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കുക, പോക്കറ്റിലാണ് പോക്കറ്റിൽ പിടിക്കുക. ഓരോ നിമിഷവും നിങ്ങൾ ഈ ടവൽ പുറത്തെടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ വാക്ക് നിങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും. ഓരോ സമയത്തും മുഖം തുടക്കാനായിട്ട് നിങ്ങൾ എടുക്കുമല്ലോ, സ്വാഭാവികമായിട്ട് എടുക്കുമല്ലോ, ചൂട് കാലത്ത് എടുക്കുമോ ആൾക്കാർ, എടുത്തിരിക്കണം. അപ്പം ചോദിക്കും, വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണ്, വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരും മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും എടുക്കണം ഈ കർച്ചീഫ്. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ പ്രോസസ് ചെയ്യണം. ഓരോ ദിവസവും എടുക്കുക, തുടക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ഹാൻഡ് കർച്ചീഫ്, വലിയ തോർത്ത് ഉപയോഗിക്കാം കേട്ടോ. വീട്ടിൽ നിന്ന് പുറത്തു പോകാത്തവരും തോർത്ത് ഉപയോഗിച്ചോളൂ. പുറത്ത് കുളിക്കാനും മുഖം തുടത്താനൊക്കെ ഉപയോഗിക്കുന്ന തോർത്ത് ഉപയോഗിക്കും. ഓരോ പ്രാവശ്യം ഇത് മുഖത്തോട്ട് കൊണ്ടുപോകുമ്പോഴും നിങ്ങൾ പറയണം, ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും സമ്പത്തും ആവശ്യാനുസരണം ആകർഷിക്കുന്നു. ഇത് നമ്മൾ ഓരോ തവണ മുഖം തുടക്കാൻ ഉപയോഗിക്കുമ്പോഴും പറയണം. നാളെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് തരും. ഇതൊറ്റ കാര്യം ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടു. ഇത്ര മാത്രമേ നിങ്ങൾ പ്രോസസ് ചെയ്യേണ്ടതുള്ളൂ. എത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ മാറും. എത്ര തുക എന്നൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം, അതായത് നമ്മൾ ഗോൾ സെറ്റിംഗ്സ് പറഞ്ഞു തരുന്ന കാര്യമാണല്ലോ, അതൊക്കെ കൃത്യമായി സെറ്റ് ചെയ്യുക. നാളെ തന്നെ റിസൾട്ട് എടുക്കുക. എന്നിട്ട് അടുത്ത പ്രാവശ്യം പ്രോഗ്രാം വരുമ്പോൾ കുറച്ച് കർച്ചീഫൊക്കെ പുതിയ മേടിച്ചു തരാം. ഞാൻ ഇതുപോലെ കൊണ്ടു തന്ന പോലെ എല്ലാവർക്കും ഒരു കർച്ചീഫ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുതരിക. റിസൾട്ട് എടുത്തിട്ട് അതിൽ കാശ് ഉണ്ടാക്കിയിട്ട് വരിക. കാശ് മാത്രമല്ല, നന്മകൾ എല്ലാവർക്കും ആവശ്യമാണ് അല്ലെ? സമൃദ്ധി എല്ലാവർക്കും ആവശ്യമാണ്. സമ്പത്ത് എല്ലാവർക്കും ആവശ്യമാണ്. ഭാഗ്യം എല്ലാ സ്ഥലത്തും നമുക്ക് കടാക്ഷിക്കണം. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എന്തൊക്കെയാണോ ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക്
കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യാനുസരിച്ച് മാറ്റി എഴുതിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് എഴുതിക്കോളൂ. വീടാണ് ആവശ്യമെങ്കിൽ എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ, ഇത്രയും ഇതുള്ള വീട് ഞാൻ ആകർഷിച്ചെടുക്കുന്നു എന്ന് എഴുതിക്കോളൂ. മാറ്റി എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇന്ന വാക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്ക് ഇതിനെ വേണ്ടി പാകപ്പെടുത്തിയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാറ്റി നിങ്ങളുടെ അഫർമേഷൻസ് മാറ്റി എഴുതാം. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യുക. അത് നിർബന്ധമായിട്ടും മറക്കാതിരിക്കുക. പിന്നെ ഒന്ന്, ദിവസം ഒരു 7 പ്രാവശ്യമെങ്കിലും നിങ്ങൾ മിനിമം ഇതെടുത്ത് ഉപയോഗിക്കുക. കാരണം വെറുതെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചുകൊണ്ട് കാര്യമില്ല. മിനിമം 7 പ്രാവശ്യം വെക്കുക. 21 ദിവസം കണ്ടിന്യൂസ് ചെയ്യുക. അപ്പൊ 21 ദിവസം കഴിഞ്ഞിട്ടോ വീണ്ടും 21 ദിവസം ചെയ്തോളൂ കേട്ടോ. നിർത്തണ്ട, ലൈഫ് ലോങ് ഉപയോഗിക്കാം. 21 ദിവസത്തെ ഒരു കോഴ്സ്, ഒരു സിസ്റ്റമാണത്. 21 ദിവസം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മറ്റൊരു കാര്യത്തിന് ഉപയോഗിച്ചോളൂ. ഇനി 21 ദിവസം കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഉപയോഗിക്കുന്നത് കൃത്യമല്ല എന്ന് തന്നെയാണ്. കൃത്യമായി മനസ്സിലെ മാലിന്യങ്ങളെ മാറ്റി സംശയമില്ലാതെ ഒരു പൂർണ്ണമായ വിശ്വാസത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായി കാണാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. നന്മകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നന്മ എന്നറിയാത്തവൻ എങ്ങനെ സാധിക്കും? എന്റെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ എന്താണ് എന്റെ ജീവിതത്തിലെ ഭാഗ്യം എന്ന് എനിക്കറിയില്ല. അപ്പൊ അത് വരില്ലല്ലോ. അപ്പൊ എനിക്ക് ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്, എന്താണ് എന്റെ ഭാഗ്യം എന്നൊക്കെ നിർവചിക്കണം, മനസ്സിലാക്കണം. സമ്പത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് എന്താണ് എന്റെ സമ്പത്ത് എന്ന് അറിയില്ല. അത് ജോലിയാണോ, മറ്റുള്ളവർക്ക് കടം കൊടുക്കലാണോ, അല്ലെ? അങ്ങനെ ഒരു കഥയുണ്ടല്ലേ. മറ്റുള്ളവർക്ക് സഹായിക്കലാണോ, അല്ലെങ്കിൽ കുറെ സ്വത്ത് മേടിക്കലാണോ, അല്ലെങ്കിൽ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ, നല്ല വീടുണ്ടാക്കുന്നതാണോ? ഇത് സമ്പത്തിന്റെ ഡെഫിനിഷൻ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം. എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയാണ്. ഇപ്പൊ എന്നോട് ചോദിച്ച സമ്പത്തിന് ഞാൻ ആദ്യം പറയും ബാങ്കിൽ അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് വരുന്നതിന് പറയും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അടുത്ത റേഞ്ച് മാറുന്നതിന് പറ്റും. അപ്പൊ ഓരോ ആൾക്കും ഓരോ രൂപ വ്യത്യസ്തമായിരിക്കും. അത് ഉണ്ടാവണം നിങ്ങളിൽ. ആ വിഷ്വലൈസേഷൻ കറക്റ്റ് ആവാതെ വർക്ക് ചെയ്യും.